ഇന്ന് തത്വചിന്തയുടെ സഞ്ചാരപഥങ്ങൾ 10ാം എപ്പിസോഡ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്ലാറ്റോയുടെ തത്വചിന്തയിലെ തത്വശാസ്ത്രപരവും ജ്ഞാനസമ്പാദന ശാസ്ത്രപരവുമായ ചില കാര്യങ്ങളെ വിവരിക്കാനാണ് ശ്രമിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയിൽ ഇന്ന് പ്ലാറ്റോയുടെ രാഷ്ട്രീയ ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവതരണമാണ് നടത്തുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നത് പോലെ തത്വചിന്ത എന്നാൽ എന്തോ അദൃശ്യവും ദുരൂഹവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുകയാണ് എന്ന ധാരണ വാസ്തവത്തിൽ നമ്മൾ തത്വചിന്തയുടെ പാഠങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തിരുത്തേണ്ടി വരും. കാരണം മിക്കവാറും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട, സമൂഹവുമായി ബന്ധപ്പെട്ട, വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തത്വചിന്താപരമായ വിശകലനങ്ങളിൽ കടന്നു വരുന്നത്. പ്ലാറ്റോയെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങൾ കൊണ്ട് കലുഷിതമായ ഒരു കാലത്താണ് പ്ലാറ്റോ അദ്ദേഹത്തിൻ്റെ തത്വവിചാരം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു നീതിയുക്തമായ സാമൂഹിക വ്യവസ്ഥ ഉണ്ടാകുമെന്നതായിരുന്നു മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോഴവിടെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം എന്താണ് നീതി എന്നതാണ്. എന്താണ് നീതി എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്ലാറ്റോ തന്നെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഡയലോഗ് രീതിയിലാണ്, സംവാദ രീതിയിലാണ്. ഈ സംവാദങ്ങളെക്കുറിച്ച് തന്നെ ഒരു സന്ദർഭത്തിൽ പ്ലാറ്റോ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സംവാദങ്ങൾ ഒരിക്കലും ഒരു സ്വേച്ഛാധിപത്യപരമായ അധികാര വ്യവസ്ഥയ്ക്ക് സ്ഥലം അനുവദിക്കുകയില്ല. കാരണം നമ്മൾ ഒരാൾ സംവാദത്തിന് തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡിസൻറ്റ്, നിങ്ങളുടെ വിയോജിപ്പ്, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നു. അത് ജനങ്ങളുടെ മധ്യത്തിലേക്ക്, പൊതുജനങ്ങളിലേക്ക്, വായനക്കാരിലേക്ക്, അതുപോലെ തന്നെ പ്രഭാഷകരിലേക്കൊക്കെ എത്തിച്ചേരുന്നു എന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും ഏത് തരത്തിലുള്ള സംവാദവും പശ്ചാധിപത്യപരമായിട്ടുള്ള, ഏകാധിപത്യപരമായിട്ടുള്ള വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ സഹായകരമാണ് എന്ന ഒരു പരികൽപ്പന കൂടി ആനുഷംഗികമായി പ്ലാറ്റോയിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സംവാദങ്ങളിലൂടെ പ്ലാറ്റോ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള വലിയ വിമർശനങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ആ വിമർശനങ്ങൾക്കും പ്രസക്തിയുണ്ട്. ആ വിമർശനങ്ങളിലേക്ക് ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും അത് തീർച്ചയായും അത് പരാമർശിക്കപ്പെടേണ്ടതും വിശകലനം ചെയ്യപ്പെടേണ്ടതുമാണ്. അതിൽ ഒരു വിമർശനം ബർട്രൻഡ് റസ്സലാണ്. വളരെ ബലമായിട്ടുള്ള ദാർശനികനായിട്ടുള്ള, വളരെ പ്രബലനായിട്ടുള്ള ദാർശനികൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് തീർച്ചയായും തിരിച്ചറിയണം. അതുപോലെ തന്നെ മറ്റൊരു വിമർശകൻ കാൾ പോപ്പറാണ്. കാൾ പോപ്പറും പ്ലാറ്റോയെ ഭയങ്കരമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. പ്ലാറ്റോയുടെ മായാലോകം എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ഒരു അധ്യായം തന്നെ. പ്ലാറ്റോയുടെ മായാലോകം എന്നും മായാജാലം എന്നും ഇന്ദ്രജാലം എന്നും ഒക്കെ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു വാക്കാണ് അന്ന് അവിടെ കാൾ പോപ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ പ്ലാറ്റോ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ഒരാൾ വിമർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിമർശിക്കപ്പെടാൻ മാത്രം കാമ്പുള്ള ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ വായനക്കാരിലേക്ക് എത്തി എന്നുകൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ നൂറ്റാണ്ടിലുണ്ടായ ഈ വിമർശനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ്
യഥാർത്ഥത്തിൽ പ്ലാറ്റോ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പ്രമേയങ്ങൾ അല്ലെങ്കിൽ ദാർശനികമായ ആ, കാഴ്ചപ്പാടുകൾ എന്നതിലേക്ക് പോകാം. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നല്ല വ്യവസ്ഥ, ഒരു സാമൂഹിക വ്യവസ്ഥ, അപ്പോൾ നല്ലത് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ പ്ലാറ്റോയുടെ സങ്കല്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പരാമർശിക്കുകയുണ്ടായി. എന്താണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉചിതമായത് ആണോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമായതാണോ നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും പ്രായോഗികമായതാണോ നല്ലത്? ഇങ്ങനെ നല്ലതിനെക്കുറിച്ച് തന്നെ നമുക്കൊരുപാട് തരത്തിൽ തർക്കിക്കാനും സംവാദം നടത്താനും ഇടമുണ്ട്. പക്ഷേ നല്ലത് എന്നുള്ളത് എല്ലാവർക്കും നല്ലത്, എല്ലാ കാലത്തേക്കും നല്ലത് എന്ന ഒരർത്ഥത്തിൽ കൂടിയാണ് പ്ലാറ്റോ കാണുന്നത്. അതുകൊണ്ടാണ് ആശയവാദി എന്ന് പ്ലാറ്റോയെ പറയുന്നത്. കാരണം ആശയങ്ങൾ നമുക്ക് ഏത് അറ്റം വരെയും കൊണ്ടുപോകാം, അല്ലെങ്കിൽ അറ്റമില്ലാത്ത രീതിയിൽ പ്രതിപാദിക്കാൻ കഴിയും. കാരണം അത് ഒരു ആശയം തുറന്നു വിടുകയാണ്. അത് നമുക്ക് ഇപ്പം നടക്കുമോ, നാളെ നടക്കുമോ, മറ്റന്നാൾ നടക്കുമോ, അല്ലെങ്കിൽ തീരെ നടക്കാതെ പോകുമോ എന്നുള്ള വിഷയമല്ല. നമ്മൾ നന്മയെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നന്മയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഉള്ള സംവാദങ്ങൾ പ്ലാറ്റോയിലുടനീളം നമുക്ക് കാണാൻ പറ്റും. പ്ലാറ്റോയുടെ ഓരോ രചനയും വേറിട്ട് പ്രതിപാദിക്കേണ്ട, വേറിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പ്ലാറ്റോയുടെ വളരെ ചെറിയ പുസ്തകമായ ഫീഡ്രസ് പോലുള്ള കൃതികൾ പോലും വേറിട്ട പഠനങ്ങൾക്ക് ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പുസ്തക ലോകവുമായി, എഴുത്തിൻ്റെ ലോകവുമായി പരിചയമുള്ളവർക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്ലാറ്റോ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് മാർക്സൊക്കെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ 2400 കൊല്ലങ്ങൾക്കപ്പുറത്ത് പ്ലാറ്റോ അദ്ദേഹത്തിൻ്റെ ചിന്തയിലെ എല്ലാ പരിമിതികളും എല്ലാ അന്തബിന്ദുക്കളും നിലനിൽക്കെ തന്നെ അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഒരു തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ലോകമാണ്. അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിഭാവനം ചെയ്യുന്നത് എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അപ്പം പ്ലാറ്റോ വിഭാവനം ചെയ്യുന്ന റിപ്പബ്ലിക്കിനകത്ത് യഥാർത്ഥത്തിൽ ഒരു സമത്വ സുന്ദരമായിട്ടുള്ള ജീവിതം അതെങ്ങനെ സാധിക്കും, ഏത് രീതിയിൽ സാധിക്കും? അപ്പോൾ വലിയൊരു പ്രശ്നമാണ്, എപ്പോഴും പ്രശ്നമാണ്, അന്നും ഇന്നും പ്രശ്നമാണ്. പക്ഷേ അതെങ്ങനെ സാധ്യമാകും? അപ്പോൾ അവിടെ ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ആ ജീവിത വ്യവസ്ഥക്കകത്ത് എല്ലാവരും സഹകരിക്കുന്ന, എല്ലാവരും സൗഹൃദപ്പെടുന്ന, എല്ലാവരും പരസ്പരം സഹായിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന നിലയിലാണ് പ്ലാറ്റോ ആ വ്യവസ്ഥയെ വിഭാവനം ചെയ്യുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഭരിക്കപ്പെടുന്ന വർഗത്തിൻ്റെ, അല്ലെങ്കിൽ ഭരണത്തിന് വിധേയമാകുന്ന മനുഷ്യരെ കുറിച്ച് ത്രാസിമാക്കസ് പറയുന്നുണ്ട്. അവർ എപ്പോഴും ഈ നിയമങ്ങളുടെ ഇരകളായിത്തീരുന്ന, അല്ലെങ്കിൽ അവർ നിയമങ്ങളാൽ ശിക്ഷിക്കപ്പെടുന്ന, പ്രതികൂലമായി ബാധിക്കപ്പെടുന്ന മനുഷ്യരായി എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതേസമയത്ത് ഭരിക്കുന്നവർ അവർ ഈ നിയമങ്ങളുടെ ഗുണഭോക്താക്കളായും നമുക്ക് കാണാൻ പറ്റും. നിയമവ്യവസ്ഥ എന്നുള്ളത് നീതി വ്യവസ്ഥയുടെ ഭാഗമായാണ് അന്നും ഇന്നുമൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ നിയമവും നീതിയും കെട്ടുപണഞ്ഞു കിടക്കുകയും നീതി എന്നുള്ളത് നിയമപരിപാലനമായി അല്ലെങ്കിൽ നിയമവാഴ്ചയായി സ്വാഭാവികമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുകയും അവിടെ ഈ നിയമവ്യവസ്ഥക്കകത്ത് നീതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് അനുകൂലവും മറ്റൊരു വിഭാഗത്തിന് പ്രതികൂലവുമായി തീരുന്നതിനെക്കുറിച്ച് ത്രാസിമാക്കസ് റിപ്പബ്ലിക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വശമാണ്. എന്നാൽ മറുവശത്ത് നീതി എന്നത് അതല്ല. നീതി എന്നുള്ളത് എല്ലാവർക്കും തുല്യമായി ജീവിക്കാനുള്ള, സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥയാണ്. അവിടെ എല്ലാവർക്കും
ബാധകമായ നന്മയാണ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് വെർച്വു ഈസ് നോളജ് എന്നുള്ള നന്മയാണ് യഥാർത്ഥത്തിൽ അറിവ് എന്ന രീതിയിലേക്ക് പ്ലാറ്റോയുടെ ജ്ഞാനസമ്പാദനപരമായിട്ടുള്ള വ്യാഖ്യാനം ഉണ്ടാകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ ആ വ്യവസ്ഥക്കകത്ത് എന്തെല്ലാം വേണം? അപ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥക്കകത്ത് ഭരിക്കുന്ന കുറച്ച് പേരുണ്ട്. ആ ഭരിക്കുന്ന കുറച്ച് പേര് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ അതിന് തൊട്ട് താഴെയായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന, പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയൊക്കെ വലിയ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നാട്ടുരാജ്യങ്ങളിലൊക്കെ നടക്കുന്ന വലിയ യുദ്ധങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ഈ യോദ്ധാക്കളായിട്ടുള്ള ആളുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം, മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് യുദ്ധം ചെയ്യാനുള്ള ആളുകൾ വേരിയേഴ്സ് വേണം. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് വേണം. പ്രൊഡ്യൂസേഴ്സ്, ഉൽപ്പാദകരായിട്ടുള്ള ആളുകൾ വേണം. കാരണം കൃഷി ചെയ്തില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഇതെല്ലാം പറയുന്നത് ഈ ഭക്ഷണം എന്നുള്ള എഗെയിൻസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ അൾട്ടിമേറ്റായിട്ട് അല്ലെങ്കിൽ പരമമായിട്ട് നമ്മളുടെ ഭക്ഷണം എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഭക്ഷണം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ ഭക്ഷണം ഇല്ലാതെ ഒട്ടും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതും വലിയൊരു യാഥാർത്ഥ്യമാണ്. വലിയ ഒരു നമ്മളെ ഏത് ജീവജാലത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബയോളജിക്കൽ നെസസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ നെസസിറ്റി എന്നുള്ളത് അതിൻ്റെ ഒരു പ്രാഥമിക അനിവാര്യതയാണല്ലോ. ആ പ്രാഥമിക അനിവാര്യതയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അന്നത്തെ ഒരു കാലത്ത് പോലും ഇതിൻ്റെ ഉൽപ്പാദകർ എന്നുള്ളത് ഈ ഇന്നത്തേതിൽ നിന്ന് മറ്റ് സാങ്കേതികമായോ അല്ലെങ്കിൽ രൂപപരമായോ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. മിക്കവാറും കൃഷി ചെയ്യുന്നത് കൃഷിപ്പണിക്കാരാണ്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ഉൽപ്പാദകരായിട്ടുള്ള പണിക്കാരായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവരായിട്ടുള്ള ഒരു വിഭാഗവും വേണം. അപ്പോൾ ഈ 3 വിഭാഗവും കൂടി ചേർന്നതാണ് സമൂഹം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ വേരിയസ് ആയിട്ടുള്ള യോദ്ധാക്കളായിട്ടുള്ള രാജ്യത്തെ കാവൽ നിൽക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ കരുതുന്നവരും, അതുപോലെ റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്ന നേർക്കുനേരെ ഭരണം നടത്തുന്ന ഒരു വിഭാഗവും, ഈ 2 വിഭാഗവും ഒരൊറ്റ വർഗം ആയി പരിവർത്തിക്കുകയാണ്. നമ്മളെ ഇന്ത്യൻ സാഹചര്യവുമായി പ്രാചീന ഇന്ത്യയിൽ ഈ ബ്രാഹ്മണികമായ ഭരണകൂട സംവിധാനങ്ങൾക്കകത്ത് രൂപപ്പെട്ട സാഹചര്യവും ഇതുമായി വലിയ സാദൃശ്യമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. വലിയ സാദൃശ്യം എന്നുള്ളത് വിശകലനം ചെയ്യപ്പെടേണ്ട, പ്രത്യേകം വിശകലനം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വ്യവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഈ ഭരിക്കുന്ന ആളുകൾ, അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവുന്നു, അവർക്ക് ധനമോഹം ഉണ്ടാവുന്നു, അവർക്ക് കാമ കേന്ദ്രിതമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുന്നു, അവർക്ക് സ്വജനപക്ഷപാതപരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുന്നു. ഇങ്ങനെ അന്തരീക്ഷം കലുഷമാകുന്നത്, സാമൂഹികമായ അന്തരീക്ഷം കലുഷമാകുന്നത് അവർ ഈ പറയുന്ന സ്വകാര്യ താല്പര്യങ്ങളിലേക്ക് സങ്കോചിക്കപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്വകാര്യ താല്പര്യങ്ങളിലേക്ക് സങ്കോചിക്കപ്പെടുന്ന ഭരണകർത്താക്കൾ ആണ് യുദ്ധങ്ങളിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള സർവനാശം സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കെടുതികളും നാശങ്ങളും ആൾനാശങ്ങളും വിഭവനാശങ്ങളും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്സ്റ്റൈൻ ഫയൽസൊക്കെ പുറത്തു വന്ന ഒരു കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഈ ഭരണകൂടത്തിൻ്റെയും ഭരണവർഗത്തിൻ്റെയും അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവരുടെയും സാമ്പത്തികവും അതുപോലെ തന്നെ വ്യക്തിപരമായ സ്വജനപക്ഷപാതപരമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ഒക്കെ താല്പര്യങ്ങളും കൂടിക്കുഴഞ്ഞു കിടക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നതായിരുന്നു പ്ലാറ്റോയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതിനെ സംബോധന ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് പ്ലാറ്റോ ഗാർഡിയൻ ക്ലാസ്സിൽ ഈ ഭരണവർഗത്തിനിടയിൽ സ്വത്ത് വേണ്ട, സ്വകാര്യ സ്വത്ത് വേണ്ട എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ എന്നൊരു നിഗമനം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സ്വകാര്യ സ്വത്തില്ലാത്ത, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു ലോകം. അപ്പോൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളത്
വാസ്തവത്തിൽ ഇല്ലായ്മ ചെയ്യുകയും അത് കൂട്ടമായ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും അതിൻ്റെ അതിൽ അതിൻ്റെ സൂക്ഷിപ്പുകാരെന്നുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട താല്പര്യം സംരക്ഷിക്കുന്നവർ എന്ന രീതിയിൽ ഭരണകർത്താക്കൾ മാറാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു ദൗത്യമായി പ്ലാറ്റോ കാണുകയും അത് മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണ്. കാരണം ഈ സ്വകാര്യ സ്വത്തുണ്ടാവുമ്പം എൻ്റെ സ്വത്തിൻ്റെ പരിധി ഇങ്ങനെ കൂട്ടണമെന്ന് സ്വാഭാവികമായി എനിക്ക് താല്പര്യങ്ങൾ വളരാം. അപ്പോൾ ഈ ഭരണത്തിലിരിക്കുന്ന ആളുകൾ, ഒരാളായാലും ഒരു ചെറിയ ന്യൂനപക്ഷമായാലും, അവർ അവരുടേതായിട്ടുള്ള അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ജീവിത വ്യവസ്ഥയും ജീവിത വ്യവഹാരവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവും. പൊതുസമൂഹവുമായിട്ട് അതിനേക്കാൾ വലിയ ഫൈറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഫൈറ്റ്, അതിൻ്റെ സംഘർഷ സാഹചര്യവും നീതി നിഷേധ സാഹചര്യവും പ്ലാറ്റോ വളരെ കൃത്യമായി കാണുകയും അതുകൊണ്ട് പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേസമയം അതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു കാര്യം കുടുംബത്തെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ ഈ കുടുംബം എന്നുള്ളത് ഈ നമ്മുടെ സ്വകാര്യ താല്പര്യങ്ങളുടെ ഒരു ആരംഭഘട്ടമായി ആണ് പ്ലാറ്റോ കാണുന്നത്. കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരാൾ എൻ്റെ പങ്കാളി എന്ന കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ പങ്കാളി, എൻ്റെ മാത്രം പങ്കാളി എന്നതിനോടൊപ്പമാണ് എൻ്റെ കുട്ടി എന്നുള്ളത്, അല്ല എൻ്റെ കുട്ടികൾ എന്നുള്ള സങ്കല്പത്തിലേക്ക് ഞാൻ മാറുന്നത്, ഓരോ മനുഷ്യനും മാറുന്നത്. അപ്പോൾ ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ, ഫാമിലിയിലേക്ക് വരുമ്പോൾ ഓരോ മനുഷ്യനും ഈ രീതിയിലുള്ള ഒരു മാറ്റം, ഒരു പരിവർത്തനം സംഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ വലിയ രീതിയിലുള്ള ഈ റെവല്യൂഷണറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സൊക്കെ വളരെ യുവാക്കളായിട്ടുള്ള ആളുകൾ അവരുടെ കാരണം അന്ന് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ വ്യക്തികളിലേക്ക് എത്താത്ത ഒരു സമയമാണ്. പ്രായം കൊണ്ട് സ്വാഭാവികമായും അവരുടെ വളർച്ചയുടെ, നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളുകളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുന്നതും വളരെ സമരോത്സുകമായി തെരുവിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ ആ ഒരു ആദ്യഘട്ടത്തിലാണ്, ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലാണ് എന്ന് കാണാൻ പറ്റും. കാരണം പിന്നീട് നമ്മൾ സ്വാഭാവികമായി മിക്കവാറും മനുഷ്യർ സുരക്ഷിതമായ ഇടങ്ങളിൽ വെച്ച് അവരുടെ സാമൂഹിക രാഷ്ട്രീയമായ കാഴ്ചപ്പാടൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവുമെങ്കിലും അവർക്ക് ഈ തരത്തിൽ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള വേവലാതി വളരെ കൂടും. അതുകൊണ്ട് ഈ കുടുംബം എന്നതിലേക്ക് പ്രവേശിക്കുമ്പം തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം ഒന്ന് സങ്കോചിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം പ്ലാറ്റോ കാണുകയാണ്. പിന്നെ അത് മാത്രമല്ല, അവിടെ മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടി പ്ലാറ്റോ കാണുന്നത്, നമ്മൾ ഈ മോണോഗമസ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷനാണല്ലോ ഈ വൈവാഹിക ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് പരിമിതികളുണ്ട്. അപ്പോൾ ഈ പരിമിതികൾ പരിഹരിക്കുന്നതിന് പ്ലാറ്റോ നിർദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ പൊതുവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ദമ്പതികൾ, അതിൽ വലിയൊരു മനുഷ്യത്വ വിരുദ്ധതയും സാമൂഹ്യ വിരുദ്ധതയുണ്ട്. അത് യൂജനിക്സിൻ്റെ വലിയൊരു കെടുതിയും വലിയൊരു റേഷ്യൽ വിത്തുമായി പിന്നീട് നമ്മൾ ഹിറ്റ്ലറിലും മുസോളിനിയിലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക രീതിയിൽ വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളിൽ, ഇപ്പോൾ കൽക്കത്തയിലൊക്കെ വലിയ ബോർഡ് തന്നെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രീതിയിൽ പ്രത്യേക രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാവുന്നതിന് വേണ്ടി, നല്ല കുട്ടികൾ ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അത് ഒരു വംശീയമായിട്ടുള്ള ചിന്തയിലേക്ക് പോകും. പക്ഷേ പ്ലാറ്റോ അവിടെ നമ്മളിപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നതിൽ ഒരു മനുഷ്യൻ്റെ പൊസിഷൻ, കീർക്കെഗാർഡൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ എവിടെ ഇരുന്നാണോ കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്, അത് ഇപ്പം ഇന്നത്തെ കാലത്ത് പറയുമ്പം ഒരു പരിധിവരെ വർഗപരം എന്ന് പറയും. പക്ഷേ വർഗം മാത്രം ആവണമെന്നില്ല. കാരണം വർഗപരമായിട്ടുള്ള ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളിൽ നിന്നും
പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം പൊസിഷൻ എന്നുള്ളത് ഈ കിർക്കെഗാഡൊക്കെ പറയുന്ന രീതിയിലുള്ള പൊസിഷൻ എന്നുള്ളതിൽ അവിടെ നമ്മൾ സൂക്ഷിക്കുന്ന ഇടം ഏതാണ്? ഇപ്പം പ്ലാറ്റോയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു സമ്പന്നമായിട്ടുള്ള ഭരണവർഗ വിഭാഗത്തിൽ ജനിച്ച് വളർന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയും ജനിച്ച് വളർന്നിട്ടുള്ള ഒരു പൗരനാണ്. സ്വാഭാവികമായിട്ടും അത് നമ്മളെ ചിന്തയെ യിലെ വിള്ളലുകൾ അല്ലെങ്കിൽ അന്തബിന്ദുക്കൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കും. കാരണം നമ്മളെ കാഴ്ചപ്പാട് അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങളിൽ ഈ തരത്തിൽ പരിമിതപ്പെടും. ഇപ്പം നമ്മളുടെ വർണ്ണബോധമൊക്കെ, ജാതിബോധമൊക്കെ, മതബോധമൊക്കെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാലോ. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഈ യാഥാർത്ഥ്യങ്ങൾ കണ്ണടച്ച് ഇല്ലാതാക്കി കഴിഞ്ഞാൽ കണ്ണ് അടച്ചാൾ കണ്ണുപൂട്ടിയിരിക്കുന്നല്ലാതെ അവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമായി അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം ഈ ഫാമിലി അബോളിഷ് ചെയ്യുക അല്ലെങ്കിൽ കുടുംബം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഈ സിദ്ധ ആശ്രമത്തിലൊക്കെ അതിൻ്റെ വേറൊരു രീതിയിലുള്ള ഒരു പ്രയോഗം ഉള്ളതായി ഉണ്ടായിരുന്നു. ഇപ്പോഴത് തുടരുന്നുണ്ടോ എന്നറിയില്ല. കാരണം കുട്ടികൾ ഏത് അമ്മയുടെ അല്ലെങ്കിൽ ഏത് അച്ഛൻ്റെ കുട്ടിയാണ് എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ വളർത്തപ്പെടുക. അങ്ങനെ വളർത്തപ്പെടുമ്പം കുട്ടിക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റും. അത് സ്വാഭാവികമാണ്. അമ്മമാരും അറിയുന്നില്ല ആരാണ് എൻ്റെ കുട്ടി. കാരണം ഏത് കുട്ടിയും എൻ്റെ കുട്ടിയാണ് എന്ന രീതിയിൽ വളർത്തപ്പെടുന്ന ഒരു ലോകം, ഒരു സംവിധാനം രൂപപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ സാധ്യമാകുമെന്ന് സങ്കല്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഈ ഒരുപാട് കുട്ടികൾ ഈ രീതിയിൽ ഇന്നിപ്പം അഡോപ്റ്റ് ചെയ്തിട്ടൊക്കെ വളർന്ന കുട്ടികൾക്ക് ഈ അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അറിഞ്ഞതിന് ശേഷമൊക്കെ ഇവരുടെ അച്ഛനമ്മമാരോട് കാണിക്കുന്ന ആഭിമുഖ്യവും സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പല ആളുകളെയും നമുക്കല്ല ഇപ്പോൾ ഇന്ന് സുപരിതമാണല്ലോ. നാട്ടിൽ തന്നെ അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ സിനിമകളിലൊക്കെ മാത്രമേ നമ്മൾ ഇതുപോലുള്ള പ്രമേയങ്ങൾ കാണാറുള്ളൂ. പക്ഷേ ഇന്ന് ആക്ച്വൽ ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സെൽഫിഷായിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളെ, മോഹങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന ഒരു ഗൗരവമായ അന്വേഷണം പ്ലാറ്റോ നടത്തി എന്നതാണ് ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത. അപ്പോൾ അങ്ങനെ ഒരു ഗൗരവമായ അന്വേഷണം നടത്തുകയും അതിൽ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളിൽ ശരികളുണ്ടാവാം, തെറ്റുകളുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് യോജിക്കുന്ന കാര്യങ്ങളുണ്ടാവാം, യോജിക്കാത്ത കാര്യങ്ങളുണ്ടാവാം, പ്രായോഗിക ജീവിതത്തിൽ സാധ്യമാവുന്നുണ്ടാവും, അസാധ്യമാവുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ ഗൗരവമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ ഏത് രാജ്യത്തെയും സംഘർഷങ്ങൾക്ക് നിദാനമാകുന്നത് അടിസ്ഥാനപരമായി ഈ മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യമാണെന്നും അതിലേറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് റൂളിംഗ് ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ താല്പര്യങ്ങളാണെന്നും ഈ ഭരണവർഗത്തിനിടയിൽ ഇത് അബോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ പരിധിവരെ ഈ രീതിയിലുള്ള സ്വാർത്ഥരഹിതമായ നീതിയുക്തമായ നീതി കേന്ദ്രിതമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കാമെന്നും പ്ലാറ്റോ ചിന്തിക്കുകയുണ്ടായി. അവിടെ യഥാർത്ഥത്തിൽ ഒരു സംശയം ഈ സംവാദം മുന്നോട്ട് പോകുമ്പോൾ പ്ലാറ്റോ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആളുകളെ നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തും? ഈ ഒരു ഘടന, ഈ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇതെങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്തും എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ കൃതിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ളത് വളരെ അപകടകരമായ ഒരു ഉത്തരമാണ്. എന്നാൽ അതിന് ചില പ്രത്യേകതകൾ, സവിശേഷതകൾ ഉള്ളതായി നമുക്ക് കാണാൻ പറ്റും. അതിന് അദ്ദേഹം പറയുന്നത്, നമുക്ക് നോബിൾ ലൈ, കുലീനമായ കളവ്, കുലീനമായ പ്രാകൃതൻ എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. റൂസോ ഒക്കെ പറഞ്ഞിട്ടുള്ള നോബിൾ സാവേജ് എന്നുള്ളത്. മനുഷ്യർ ജനിച്ചു വീഴുന്നത് നോബിൾ സാവേജായാണ്, കുലീനരായിട്ടുള്ള മനുഷ്യരായിട്ടാണ്. പക്ഷെ പിന്നീട് പല കാരണങ്ങളാൽ അവർ പലതുമായിത്തീരുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ കുലീനമായ ഒരു കളവ്, നോബിൾ ആയിട്ടുള്ള ഒരു നുണ,
പറഞ്ഞാലോ? അപ്പോൾ നുണ എന്നുള്ളത് കുലീനമായിട്ടുള്ളതും ചീത്തയായിട്ടുള്ളതും ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഗാന്ധി പറയുന്നുണ്ട് നമ്മൾ കോടതിയിൽ കളവ് പറഞ്ഞ് ജയിക്കാറുണ്ട്, പക്ഷേ കളവ് ജയിക്കുന്നതുകൊണ്ടല്ല. ഗാന്ധിയുടെ ഒരു ബോധ്യം അതായിരുന്നല്ലോ, സത്യം മാത്രമേ ജയിക്കുള്ളൂ എന്നാണ്. അങ്ങനെ സത്യത്തിൻ്റെ വേഷം ഇട്ടിട്ടാണ് യഥാർത്ഥത്തിൽ കളവ് ജയിക്കുന്നത്. സത്യം ആണ് എന്ന ധാരണയിൽ ആണ് നിങ്ങൾ കളവ് അവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള നുണയെ അല്ലെങ്കിൽ കളവിനെ അവിടുത്തെ ജഡ്ജി കേൾക്കുന്നത്, സ്വീകരിക്കുന്നത്, അതാണ് സത്യം എന്ന രീതിയിലാണ്. അപ്പോൾ സത്യത്തിൻ്റെ ഉപ്പായം ധരിക്കാതെ, വസ്ത്രം ധരിക്കാതെ കളവിന് താൽക്കാലികമായി പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ഒരു വ്യാഖ്യാനം ഗാന്ധി ഒരു സന്ദർഭത്തിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അതല്ല, ഇവിടെ ഒരു കുലീനമായ നുണ പറയുക എന്ന ഒരു സംശയം, അത് കുലീനമായ നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ടിനാണ്. അല്ലെങ്കിൽ അത് സത്യമാണെന്ന് പറഞ്ഞല്ല. സത്യമാണെന്ന് ആ കാലത്തൊക്കെ വേണമെങ്കിൽ അത് സത്യമാണെന്ന് പറയാം. അതിന് തുല്യമായ കാര്യങ്ങൾ സത്യമായി തന്നെ അവതരിപ്പിച്ച അനുഭവം നമുക്കിവിടെ ഉണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ആ ഒരു കുലീനമായ നുണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നാട്ടിൽ ജന്മനാ തന്നെ കുറച്ച് ആളുകൾ ഈ റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ റൂളേഴ്സായിട്ട് ഉണ്ട്. നമ്മുടെ നാട്ടിൽ തറവാട്ടുകാർ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു സമ്പ്രദായമാണ്. പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, ഈ തറവാട്ടുകാരാണ് നാട്ടിലെ കാര്യങ്ങളൊക്കെ. 80കൾക്ക് ശേഷം വന്നിട്ടുള്ള എല്ലാ സിനിമകളിലും തറവാട്ട് ഘോഷവും തറവാടിത്തവും അതിൻ്റെ പേരിലുള്ള പല രീതിയിലുള്ള വെല്ലുവിളികളും ഏറ്റുമുട്ടലുകളും ഉത്സവങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ 80ന് ശേഷം കേരളത്തിലെ മലയാള സിനിമകളിൽ പോലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ തറവാടിത്തം എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഈ ഫ്യൂഡലായിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ഫ്യൂഡലായിട്ടുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ജന്മിത്ത പൂർവ്വ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്ത ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ ഭരിക്കുന്ന ആളുകളുടെ ഒരു വർഗം, റൂളിംഗ് ക്ലാസ്. അപ്പോൾ ഈ റൂളിംഗ് ക്ലാസ് എങ്ങനെയാണ് റൂളിംഗ് ക്ലാസ് ആവുന്നത്? അവരുടെ ആത്മാവിൽ, അവരുടെ ഹൃദയത്തിൽ ഈ സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട്. സ്വർണം കൊണ്ടാണ് അവരുടെ ഈ ശരീരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഹൃദയം, അവരുടെ ആത്മാവിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ സോള് എന്നുള്ളത്, അവരുടെ ആത്മാവ് എന്നുള്ളത് ഈ സ്വർണത്താൽ നിർമ്മിതമായിട്ടുള്ള വേറിട്ട ആത്മാക്കളാണ്, അല്ലെങ്കിൽ വേറിട്ട മനുഷ്യരാണ്. അവരെല്ലാറ്റിനേക്കാളും മികച്ചു നിൽക്കുന്ന ആളുകളാണ് എന്ന ഒരു സങ്കല്പം, ഒരു നുണ. അത് സത്യമല്ല എന്ന് പ്ലാറ്റോ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇവരുടെ താഴെയുള്ള ഗാർഡിയൻ ക്ലാസ്, അവരാണ് മറ്റു രീതിയിലുള്ള നമ്മുടെ ക്ഷത്രിയ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു വിഭാഗമായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. കാരണം അവർക്ക് ഈ പ്രിവിലേജ് ഉണ്ട്. കാരണം ഇവർ ഭരണകൂടമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ കാലത്തെ നേരിട്ടുള്ള ഒരു റിപ്രസീവ് അപ്പാരറ്റസാണ്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്ത് അൽത്തുസറൊക്കെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു മർദ്ദക ഉപകരണമാണ്. അത് റിപ്രസീവ് അപ്പാരറ്റസ് എന്ന് പറയും, റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്. ആ ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ആ ഒരു ഉപകരണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ എന്നാൽ ഈ ഭരിക്കുന്നവരുടെ നേരെ താഴെയാണ്, അത്ര മികച്ചതല്ല. അതുകൊണ്ട് അവർ വെള്ളി കൊണ്ടാണ് അവരുടെ ഈ പറയുന്ന ആത്മാക്കളെ നിർമ്മിച്ചിട്ടുള്ളത്. അവരുടെ ആത്മാക്കളെ വെള്ളികളാൽ, അല്ലെങ്കിൽ വെള്ളി കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട്, സിൽവർ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് അവർ മറ്റവരുടെ താഴെയുമാണ്, എന്നാൽ അതിന് പിന്നാലെ വരുന്നവരുടെ മുകളിലുമാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അവർക്കൊരു പ്രത്യേകം സ്ഥാനപ്പെടുത്തൽ നടക്കുകയാണ്. അതിനും താഴെ ഉൽപ്പാദകരായിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഈ ഉൽപ്പാദകരായിട്ടുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ ശരിക്കും അധ്വാനിക്കുന്ന മനുഷ്യർ, വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന, ഇന്നത്തെ ആധുനിക രീതിയിൽ നമ്മൾ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ശരിയായിട്ടുള്ള അധ്വാനിക്കുന്ന മനുഷ്യരുടെ വർഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവ്, അവർക്കും ഇത് വേണമല്ലോ. അപ്പോൾ അവരുടെ ഹൃദയമോ ആത്മാവോ അത് എന്ത് തന്നെയായാലും അതിനെ ആന്തരികമായി അവരെ നിയന്ത്രിക്കുന്ന ശക്തി എന്നുള്ളത് പിത്തള കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ, അപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ മാർക്കറ്റ് വാല്യൂ അന്നും ഇന്നും ഒരേ രീതിയിലാണെന്ന് നമുക്കിതിൽ നിന്ന് അനുമാനിക്കാൻ പറ്റും. കാരണം ഒരു വശത്ത് ഏറ്റവും വില കൂടിയ സ്വർണം, മറുവശത്ത് അതിൻ്റെ തൊട്ട് താഴെ വെള്ളി,
അതിൻ്റെ താഴെ ഈ പിത്തള അല്ലെങ്കിൽ ബോൺസ് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ 3 വർഗം, അപ്പോൾ 3 വർഗം അല്ലെങ്കിൽ 3 വിഭാഗം ജന്മനാ തന്നെ ഇങ്ങനെ ഈ ലോകത്ത് നിലനിൽക്കുകയാണെങ്കിൽ അതവർ വിശ്വസിക്കണേ. അത് അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഏറ്റക്കുറച്ചിൽ വരുമല്ലോ. ഏറ്റക്കുറച്ചിൽ ആവശ്യമാണ് എന്നാണ് പ്ലാറ്റോ കരുതുന്നത്. പക്ഷേ ഈ ഏറ്റക്കുറച്ചിലുള്ളപ്പോൾ ഇവർ പരസ്പരം സഹകരിക്കണ്ടേ. അതിന് ഈ പ്ലാറ്റോ പറയുന്ന ഒരു കളവ് എല്ലാവരും മണ്ണിൽ നിന്നാണ് ഉണ്ടായതെന്നാണ്, ഭൂമിയിൽ നിന്നാണ് എല്ലാവരും. ഈ പറയുന്ന സ്വർണം ആന്തരികമായി വഹിക്കുന്നവരും വെള്ളി ആന്തരികമായി ആത്മാവായി കൊണ്ടു നടക്കുന്നവരും പിത്തള ആത്മാവായി കൊണ്ടു നടക്കുന്നവരും ഒക്കെ ഈ മണ്ണിൽ നിന്നുണ്ടായവരാണ്, ഈ ഭൂമിയിൽ നിന്നുണ്ടായവരാണ്. അതുകൊണ്ട് എർത്ത് എന്നുള്ളത്, ഭൂമി എന്നുള്ളത്, ലാൻഡ് എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അമ്മയായി അവർ കാണുകയും ചെയ്യുക എന്ന ഒരു പരികൽപ്പന, ഒരു നുണ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ നുണ എന്നുള്ളത്, നുണ ലൈ എന്ന് തന്നെ പ്ലാറ്റോ പറയുന്നതിലൂടെ അദ്ദേഹം ആളുകളെ തൽക്കാലം പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകളെ തൽക്കാലം ഉദ്ദേശിക്കുന്ന രീതിയിൽ നയിക്കാൻ വേണ്ടി, കൊണ്ടുവരാൻ വേണ്ടി ഒരു സൂത്രപ്പണി നിർദ്ദേശിച്ചാലോ എന്ന് ഇവിടെ ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളെ പുരുഷ സൂക്തത്തിലൊക്കെ പറയുന്ന ബ്രാഹ്മണനെ സംബന്ധിക്കുന്ന സങ്കല്പമായാലും ശരി, ക്ഷത്രിയരെ സംബന്ധിക്കുന്ന സങ്കല്പമായാലും ശരി, ശൂദ്രരെ സംബന്ധിക്കുന്ന സങ്കല്പമായാലും ശരി, പിന്നെ വർണ്ണവ്യവസ്ഥ എന്നുള്ളത് തന്നെ, പൊതുവായി പറഞ്ഞാൽ വർണ്ണവ്യവസ്ഥ എന്നുള്ളത് തന്നെ അത് വളരെ ആധികാരികമായി, ദൈവകേന്ദ്രിതമായി, ദൈവനിശ്ചിതമായി, ദൈവപ്രോക്തമായി തന്നെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്, പഠിക്കുന്നത്. അത് നമ്മുടെ വർഷങ്ങളായി ഈ ബ്രാഹ്മണിക പാഠങ്ങളിലൂടെ നിരന്തരം ആ രീതിയിൽ നമ്മൾ പഠിച്ചു വരികയാണ്. പ്ലേറ്റോയുടെ പുസ്തകങ്ങളിൽ ഇത് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ ഒരുപക്ഷെ മറ്റ് കൃതികളിലും, ഏൻഷ്യൻ്റ് ഗ്രീസിലൊക്കെ ഈ കാലത്തൊക്കെ ഉണ്ടായ കുറേയധികം കൃതികൾ നമ്മൾ കാണാത്തതും അതുപോലെ നമുക്ക് വായിക്കാൻ ലഭ്യമാകാത്തതും നഷ്ടപ്പെട്ടു പോയതൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ആവർത്തനം ഒരുപക്ഷെ കാണാൻ പറ്റും. കാരണം അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള സംവാദങ്ങളുടെ ഒരു തുടർച്ചയിലാണല്ലോ ഇതൊക്കെ വരിക. പക്ഷേ പറഞ്ഞിട്ടും അതിൻ്റെ തുടർച്ചയിൽ അവിടെ ആളുകൾ നിലനിൽക്കുന്നില്ല, ആ രീതിയിൽ വിശ്വാസം നിലനിൽക്കുന്നില്ല. കാരണം അത് നുണയാണ് എന്ന രീതിയിൽ തൽക്കാലം നമ്മൾ എന്തെങ്കിലും ഒരു ടാക്ടിക്സ്, ഇപ്പം നമ്മളൊരു സ്ട്രാറ്റജി രൂപപ്പെടുത്തുക എന്ന് പറയുമല്ലോ, അപ്പോൾ ആ രീതിയിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അടവ് നയം എന്നൊക്കെ പറയുന്നത് പോലെ ആളുകളോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാലോ, ഇങ്ങനെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പരസ്പരം സഹകരിക്കും. കാരണം ഈ ഭൂമി എല്ലാവരുമാണ്, എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. അടിസ്ഥാനപരമായിട്ട് ഇവിടെ പിന്നെ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആർക്കും സ്വകാര്യ സ്വത്തില്ല, അവർക്ക് സ്വകാര്യ കുടുംബങ്ങൾ പോലുമില്ല, സ്വകാര്യ താല്പര്യങ്ങളില്ല. അതിന് തൊട്ട് താഴെയുള്ള ആളുകളാണെങ്കിൽ അവർ ഇതിനെയൊക്കെ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു ഗാർഡിയൻ ക്ലാസ് അല്ലെങ്കിൽ രക്ഷാധികാരികൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമായി പണി ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, അത് ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ രീതിയിലുള്ള ഒരു സമീപനം വികസിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തയിൽ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളത്, പ്ലാറ്റോ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കം 1-2 വാക്കുകൾ മാത്രമാണ് സമയക്കുറവ് കാരണം ഈ അവസരത്തിൽ പറയുന്നത്. ഇപ്പോൾ റസ്സൽ പറയുന്നത് ഇതൊരു ടോട്ടലിറ്റേറിയൻ സ്റ്റേറ്റിൻ്റെ ഇതാണെന്നാണ്. അതിപ്പോൾ റസ്സലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം തത്വചിന്തയെക്കുറിച്ച് ഒരുപാട് എഴുതുകയും തത്വചിന്താപരമായ സാധ്യതകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും പ്രോബ്ലംസ് ഓഫ് ഫിലോസഫി പോലുള്ള ചെറുതെങ്കിലും വളരെ ഗഹനമായിട്ടുള്ള പുസ്തകം ഉൾപ്പെടെ രചിക്കുകയും ചെയ്ത ഒരാളാണ് റസ്സൽ. പക്ഷേ അതേസമയം ഈ റസ്സലിന് സയൻസ് എന്നുള്ളത് നമ്മൾ എന്ത് പറയുന്നതും സയൻറ്റിഫിക് ആയിരിക്കണം, ശാസ്ത്രീയമായിരിക്കണം എന്നതിലൊരു നിർബന്ധം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഇത് എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ റസ്സലിൻ്റെ വിമർശനം ഉണ്ടല്ലോ, അതിലേക്കൊക്കെ പിന്നീട് വിശദമായി വരാമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ അതുമായും ഇവിടെ ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ടോട്ടലിറ്റേറിയൻ ആയിട്ടുള്ള സമഗ്രാധിപത്യപരമായുള്ള ഒരു വ്യവസ്ഥ, ഒരു അടഞ്ഞ വ്യവസ്ഥയാണ് പ്ലാറ്റോ വിഭാവനം ചെയ്യുന്നത് എന്ന ഒരു കാഴ്ചപ്പാട്
റസൽ. അതിൻ്റെ തന്നെ തുടർച്ചയിലാണ് മറ്റൊരു രീതിയിൽ നമ്മൾ കാൾ പോപ്പർ അദ്ദേഹത്തിൻ്റെ ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ് എന്നുള്ള പുസ്തകം വളരെ പ്രസിദ്ധമായ പുസ്തകമാണല്ലോ. അത് അദ്ദേഹം ഒരു ലിബറൽ എക്കണോമിയുടെയും ലിബറൽ സാമൂഹ്യ വ്യവസ്ഥയുടെയും താല്പര്യം ആണ് പൊതുവെ വെച്ച് പുലർത്തിയിട്ടുള്ളത്. കാരണം ഈ ഫ്രീഡം എന്നുള്ളത്, സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പ്രബലമാണ് എന്നും അതിൽ വ്യക്തികൾ എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണെന്നും അവിടെ വ്യക്തിയെ കാണാതെ പ്ലേറ്റോയെ ഒരുപാട് വാഴ്ത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ വലിയൊരു മായാലോകം, ഒരു ഇന്ദ്രജാലം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു അടഞ്ഞ സോഷ്യൽ സിസ്റ്റമാണ് പ്ലേറ്റോ ഉണ്ടാക്കുന്നത്. അത് വളരെ അപകടകരമാണ്. അതിന് മൊബിലിറ്റി ഉണ്ടാവില്ല, അതിന് ചലനാത്മകത ഉണ്ടാവില്ല, സാമൂഹ്യ വ്യവസ്ഥ അതിൽ സ്തംഭിച്ചു പോകും എന്ന ഒരു വിമർശനമാണ് കാൾ പോപ്പറും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഈ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും പ്ലേറ്റോയുടെ ചിന്ത നമ്മോട് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രാചീന കാലം മുതൽ തന്നെ ഒരു സാമൂഹിക കേന്ദ്രിതമായ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഗൗരവമായ അന്വേഷണങ്ങൾ ജ്ഞാനസമ്പാദന ശാസ്ത്രപരമായും സത്താശാസ്ത്രപരമായുമുള്ള ചില പ്രത്യേക സമീപനങ്ങളിലൂടെ വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ പരിമിതികളെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ച് തീർച്ചയായും ഇനിയും സംവാദങ്ങൾ തുടരേണ്ടതാണ്, തുടരുകയും ചെയ്യാം.